ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാഗിയും നിലക്കടലയും ഓട്സും വെച്ചിട്ടൊരു ദോശയാണ്. ഇത് രാത്രി ഈ നിലക്കടലയും റാഗിയും രാത്രി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയിട്ട് സോക്ക് ചെയ്തതിന് ശേഷം രാവിലെ അരച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചു. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 250 ഗ്രാമിൻ്റെതാണ്. ഏകദേശം അത്ര പോരെ ഉണ്ടാവുക. പിന്നെ ഇത് കടല ഒരു 100 ഗ്രാം ഉണ്ടാവും. റാഗി 250. ഇനി ഇതിലേക്ക് 2 കപ്പ് ഓട്സും കൂടെ ചേർത്തിട്ടാണ് അരക്കുക. ഇത് 8 മണിക്കൂർ നന്നായി സോക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് അരക്കാനെടുക്കാം. അപ്പം ഞാൻ ഓട്സ് ഇതിലേക്ക് ഇടുന്നത് ഇതുപോലത്തെ 2 കപ്പ് ഓട്സ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് അരക്കുന്നത്. ഓട്സ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. നന്നായിട്ട് സോക്കായി. അരമണിക്കൂറൊന്നും വേണ്ട, എന്നാലും നന്നായിട്ട് സോക്കായി. അതിൻ്റെ കൂടെ ഞാൻ അരക്കുമ്പോൾ ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും 3-4 ചെറിയുള്ളിയും 2 പച്ചമുളകും. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. നോക്കാം, 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഈ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിന് ഞാനൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ 3 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും പിന്നെ കുറച്ച് മല്ലിയിലയും 5 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും മല്ലിയിലയും ഹൈലൈറ്റ് ചെയ്യുന്ന ചട്നിയാണ് ഇത്. 2 ടേബിൾ സ്പൂണ് തേങ്ങയും ഇത് കൂടിയിട്ട് ചട്നി ആക്കുന്നത്. പൊട്ടുകടല വറുത്തിട്ട് തന്നെ ഇടണം. ചട്നി ആക്കി എടുക്കുക. പാകത്തിനുള്ള ഉപ്പ് കൂട്ടുക. ഗാർലിക് മല്ലിയില ചട്നി റെഡിയായ. ചട്നി റെഡിയായ. ഉണക്കമുളക്, കടുക്, കറിവേപ്പിലയാണ്. അടിപൊളി ഹെൽത്തി ചട്നി. നമുക്ക് ദോശ ചുട്ടെടുക്കുക. വെളിച്ചെണ്ണ ആക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ആക്കാം. നമ്മൾ വെളിച്ചെണ്ണ ആക്കുന്നത്. ഗീ ആക്കേണ്ടവർക്ക് ഗീ ആക്കാം. നല്ല ഹെൽത്തി ദോശ. അധികം നല്ല വലുപ്പത്തിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ചുട്ടെടുത്താൽ മതി. നമ്മുടെ ഹെൽത്തി ദോശയും ചട്നിയും റെഡിയായി. നല്ലതല്ല. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പറയണ്ടല്ലോ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ. ഓട്സ് ആയാലും നിലക്കടല ആയാലും റാഗി ആയാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കേ, താങ്ക് യു.